ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. 47ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? 47ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ശ്രീകുമാരൻ തമ്പി. ആൻസർ ഓപ്ഷൻ 2 ശ്രീകുമാരൻ തമ്പി. 2. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി സംവരണം 65% ഉയർത്താൻ അടുത്തിടെ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ബീഹാർ. ആൻസർ ഓപ്ഷൻ 3 ബീഹാർ. 3. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 ചക്കിട്ടപ്പാറ. ആൻസർ ഓപ്ഷൻ 1 ചക്കിട്ടപ്പാറ. 4. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും ജനാഭിപ്രായം തേടാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സന്ദർശിക്കുന്ന പരിപാടി? ആൻസർ ഓപ്ഷൻ 4 നവകേരള സദസ്. ആൻസർ ഓപ്ഷൻ 4 നവകേരള സദസ്. 5. നൈത്യാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നൈത്യാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ 2 ഉത്തരാഖണ്ഡ്. 6. പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം രചിച്ചത്? പണ്ട് പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 സുഭാഷ് ചന്ദ്രൻ. ആൻസർ ഓപ്ഷൻ 3 സുഭാഷ് ചന്ദ്രൻ. 7th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഹീരാലാൽ സമരിയ. ആൻസർ ഓപ്ഷൻ 1 ഹീരാലാൽ സമരിയ. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കലണ്ടർ വർഷത്തിൽ ഏകദിന ക്രിക്കറ്റിൽ 1000 റൺസ് എന്ന നേട്ടം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൈവരിച്ച താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വിരാട് കോഹ്ലി. ആൻസർ ഓപ്ഷൻ 4 വിരാട് കോഹ്ലി. 9. ഹാങ്ചോ വേദിയൊരുക്കിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ 2 5ാം സ്ഥാനം. ആൻസർ ഓപ്ഷൻ 2 5ാം സ്ഥാനം. 10. ഇന്ത്യയുടെ ഏത് സേനാ വിഭാഗമാണ് 2023 പുതിയ പതാക സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ 3 വ്യോമസേന. ആൻസർ ഓപ്ഷൻ 3 വ്യോമസേന. 11. ബോംഡില ഏത് സംസ്ഥാനത്താണ്? ബോംഡില ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 1 അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ 1 അരുണാചൽ പ്രദേശ്. 12. ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 4 മധ്യ ആൻഡമാൻ. ആൻസർ ഓപ്ഷൻ 4 മധ്യ ആൻഡമാൻ. 13. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 3 മൻമോഹൻ സിംഗ്. ആൻസർ ഓപ്ഷൻ 3 മൻമോഹൻ സിംഗ്. 14. കൻഹ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൻഹ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ 3
മധ്യപ്രദേശ്. 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചിൽക്ക തടാകം. ആൻസർ ഓപ്ഷൻ 1 ചിൽക്ക തടാകം. 16. നദികളുടെ വടക്കുനിന്ന് തെക്കോട്ടുള്ള ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. 17th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കര അതിർത്തിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ 2 15,200 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ 2 15,200 കിലോമീറ്റർ. 18. ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ 3 മധ്യപ്രദേശ്. 19. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന സാങ്കല്പിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഉത്തരായന രേഖ. ആൻസർ ഓപ്ഷൻ 1 ഉത്തരായന രേഖ. 20. കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ്? കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ്? ആൻസർ ഓപ്ഷൻ 4 പഴനി മലനിരകൾ. ആൻസർ ഓപ്ഷൻ 4 പഴനി മലനിരകൾ. 21. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 റീഡിംഗ് പ്രഭു. ആൻസർ ഓപ്ഷൻ 2 റീഡിംഗ് പ്രഭു. 22. 1857 കലാപത്തെ ആദ്യത്തേതും അല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരമല്ല എന്ന് അപഗ്രഥിച്ച ചരിത്രകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 3 R.C. മജുംദാർ. ആൻസർ ഓപ്ഷൻ 3 R.C. മജുംദാർ. 23. 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1878 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. ആൻസർ ഓപ്ഷൻ 1 ദ ഹിന്ദു. ആൻസർ ഓപ്ഷൻ 1 ദ ഹിന്ദു. 24. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി? ആൻസർ ഓപ്ഷൻ 4 മലബാർ കലാപം. ആൻസർ ഓപ്ഷൻ 4 മലബാർ കലാപം. 25. പശ്ചിമേന്ത്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 മഹാദേവ് ഗോവിന്ദ റാനഡെ. ആൻസർ ഓപ്ഷൻ 2 മഹാദേവ് ഗോവിന്ദ് റാനഡെ. 26. പണ്ഡിത രമാബായി സ്ഥാപിച്ച ശാരദാ സദൻ ആരുടെ ക്ഷേമമാണ് ലക്ഷ്യം ഇട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 3 വിധവകൾ. ആൻസർ ഓപ്ഷൻ 3 വിധവകൾ. 27. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ 1 ദണ്ഡി യാത്ര തുടങ്ങുന്ന സമയത്ത്. ആൻസർ ഓപ്ഷൻ 1 ദണ്ഡി യാത്ര തുടങ്ങുന്ന സമയത്ത്. 28. ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ആൻസർ ഓപ്ഷൻ 4 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ 4 സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. 29. 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു?
ആൻസർ ഓപ്ഷൻ 2 ഹോമി ജെ ബാബ. ആൻസർ ഓപ്ഷൻ 2 ഹോമി ജെ ബാബ. 30 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ബാലഗംഗാധര തിലകൻ. ആൻസർ ഓപ്ഷൻ 3 ബാലഗംഗാധര തിലകൻ. 31 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 1 UK. ആൻസർ ഓപ്ഷൻ 1 UK. 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 32-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 4 32-ാം അനുച്ഛേദം. 33 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്. ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 34 ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ 2 സുപ്രീം കോടതി. 35 ലോകസഭയുടെ കാലാവധി ഡാഷ് മുതൽ 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി ഡാഷ് മുതൽ 5 വർഷമാണ്. ആൻസർ ഓപ്ഷൻ 3 ആദ്യ സമ്മേളന തീയതി മുതൽ. ആൻസർ ഓപ്ഷൻ 3 ആദ്യ സമ്മേളന തീയതി മുതൽ. 36 കേന്ദ്രമന്ത്രി സഭാംഗങ്ങൾ കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ആൻസർ ഓപ്ഷൻ 1 ലോകസഭയോട്. ആൻസർ ഓപ്ഷൻ 1 ലോകസഭയോട്. 37 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് നിയമവകുപ്പിൻ്റെ കീഴിൽ, പ്രധാനമന്ത്രിയുടെ കീഴിൽ, സുപ്രീം കോടതിയുടെ കീഴിൽ, ഇവരുടെ കീഴിലല്ല. ആൻസർ ഓപ്ഷൻ 4 ഇവരാരുടെയും കീഴിലല്ല. 38 പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്. 39 ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാമ്പത്തിക നീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 ആമുഖം. ആൻസർ ഓപ്ഷൻ 2 ആമുഖം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 ഏത് അനുച്ഛേദം പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 2 33-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 2 33-ാം അനുച്ഛേദം. താങ്ക് യു.